ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഈ മഹാദുരന്തം അത് കേവലം ഈ പ്രദേശത്തുള്ള പ്രാദേശിക ചാനലുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി പൊതുജനങ്ങൾ അനുഭവിക്കുന്ന മഹാദുരിതമാണ് ഈ കാണുന്ന കാഴ്ച. കുറുമാലി മുതൽ പാലിയേക്കര വരെ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞു ഈ ബ്ലോക്ക്. മനുഷ്യജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകളും ഫയർ സർവീസിന്റെ വാഹനങ്ങളും മനസാക്ഷിയുള്ളവർക്ക് നൽകുന്നത് ഹൃദയം നീറുന്ന കാഴ്ചകളാണ്. 20-30 മിനിറ്റ് വൈകിയാണ് പല ആംബുലൻസുകൾക്കും ഹോസ്പിറ്റലുകളിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് ദുരിതം എന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ആംബുലൻസുകൾക്ക് പോലും കൃത്യമായി ഓടിയെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയാൽ അതിൽ കൂടുതൽ മഹാദുരന്തം വേറെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ പോലും കഴിയാതെ പോകുന്നത് തികഞ്ഞ ബലഹീനത മാത്രമാണ്. നടന്നുവരുന്ന അടിപ്പാതയുടെ നിർമ്മാണം ഏത് കൊല്ലത്തിൽ അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത്രയേറെ ദുരിതം പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് കാണുന്ന ഇതിന്റെ കരാറുകാർ ഓരോ ദിവസത്തിലും 4-5 തൊഴിലാളികൾ വെച്ച് നിർമ്മാണം നടത്തിയാൽ ഇത് ഏത് വർഷത്തിലാണ് അവസാനിക്കുക? ഈ പൊതുജനങ്ങൾ നേരിടുന്ന ഈ മഹാദുരന്തം ഏത് കാലഘട്ടത്തിലാണ് അവസാനിക്കുക? ആരാണിത് ചോദിക്കേണ്ടത്? ആരാണ് ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത്? ഇവിടെയുള്ള ഭരണാധികാരികളുടെ പോരായ്മകൾ തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജനപ്രതിനിധികൾ ഇടപെടേണ്ട സമയത്ത് തന്നെ ഇടപെടണം. ആ പോരായ്മകൾ വന്നതിന്റെ പേരിൽ തന്നെയാണ് ഇന്ന് ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ഈ നാഷണൽ ഹൈവേയിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങളും അനുഭവിക്കുന്ന ഈ മഹാദുരന്തത്തിന് കാരണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇത് ഒരു തീരാ കാഴ്ച തന്നെയാണ്. ഹൃദയം നീറുന്ന വേദനയോടെ കാണേണ്ട കാഴ്ചയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ? എത്ര നാളായി ഈ ദുരന്തം തുടങ്ങിയിട്ട്? ഈ പ്രദേശത്തുള്ള സാധാരണ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഈ യാതന, ഈ ദുരന്തം ഏത് കാലത്താണ് അവസാനിക്കുക? ആരോടാണ് പോയി പറയേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? ആർക്കും എന്തും തോന്നിയതുപോലെ ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്.